ഞാൻ എന്തൊക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അതിൽ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എത്ര എത്ര സത്യസന്ധമായിട്ടുള്ള, ഞാൻ ഒരിക്കലും ഫേക്ക് ന്യൂസുകളൊന്നും ചെയ്യാറില്ല. എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും പലരും എനിക്ക് നേരെ നെഗറ്റീവ് കമന്റുകളായിട്ടാണ് വരുന്നത്. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, നെഗറ്റീവ് കമന്റുകൾ അടിക്കുന്നവർക്ക് അടിച്ചോട്ടെ. പിന്നെ ഞാൻ ആരെയും എൻ്റെ വീഡിയോ കാണണം, വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആരെയും ഞാൻ നിർബന്ധിപ്പിക്കാറില്ല. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്താൽ മതി. എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ ഒരു ന്യൂസ് കുറേ പേര് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്രോ, ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം, ഇതിനെക്കുറിച്ച് എന്താണ് തോട്ട് എന്നുള്ളത്, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, സഞ്ജു സാംസൺ അസ്വസ്ഥനാണ്. രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ടീം പോകുന്നത്. സഞ്ജുവിന്റെ തീരുമാനങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് അത് വായിച്ചു. എനിക്ക് മനസ്സിലാക്കിയ കാര്യം, മനോരമ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ഏകദേശം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, സൂപ്പർ ഓവർ ഡൽഹിയുമായുള്ള സൂപ്പർ ഓവർ മത്സരത്തിലൊക്കെ രാഹുൽ ദ്രാവിഡിന്റെ പല തീരുമാനങ്ങളാണ്. സഞ്ജു സാംസന്റെ ഒരു തീരുമാനത്തിനോടും രാഹുൽ ദ്രാവിഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സഞ്ജു സാംസന്റെ ഒരു തീരുമാനങ്ങളും അവിടെ എടുക്കുന്നില്ല എന്നുള്ള കാര്യം, അതിനുശേഷം സഞ്ജു അവിടെ മാറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കളിക്കടയിലെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു IPL ഓപ്ഷൻ, അതായത് IPL ലേലം എടുത്തു നോക്കിയാൽ, രാജസ്ഥാൻ റോയൽസിന്റെ സ്ട്രാറ്റജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും രാഹുൽ ദ്രാവിഡിൽ ഒതുങ്ങിയിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുള്ളത്. ഒരിക്കലും സഞ്ജു സാംസന്റെയോ ഇപ്പൊ മറ്റുള്ള ടീമുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റന് ഒരു പ്ലെയറെ റെക്കമെൻഡ് ചെയ്യാം, കോച്ചിനോട് പറയാം ഇന്ന പ്ലെയറെ കൊണ്ടുവരണം, ഇന്ന പ്ലെയറെ റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവം പോലും ഓപ്ഷന്റെ സമയത്ത് പോലും നടന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഡൽഹിക്കെതിരെയുള്ള മത്സരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ പല തീരുമാനങ്ങളും സഞ്ജു സാംസന് റിക്സിന് പരിക്കേറ്റ് അദ്ദേഹം കയറി പോകുന്നു. സൂപ്പർ ഓവറിലെ പല തീരുമാനങ്ങളൊക്കെ രാഹുൽ ദ്രാവിഡിന്റെ ഒരു തീരുമാന പ്രകാരമാണ് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം സന്ദീപ് ശർമ്മക്ക് ഓവർ കൊടുത്തതും, പിന്നെ ഈ ടീം സെലക്ഷൻ പോലും, അതായത് നമുക്കറിയാം കുമാർ സംഗകാര കോച്ചായിരുന്ന സമയത്തൊക്കെ നമുക്കറിയാം എന്ത് ടീം സെലക്ഷൻ തീരുമാനമെടുക്കുന്ന സമയത്തായാലും എന്ത് തരത്തിലുള്ള തീരുമാനമെടുക്കുന്ന സമയത്തായാലും ക്യാപ്റ്റനുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്, നമുക്ക് കണ്ടതാണ്. അതായിരുന്നു ആ ഒരു കാലയളവിൽ ടീമിന്റെ ഒരു സക്സസ്. എന്നാൽ ഇവിടെ രാഹുൽ ദ്രാവിഡ് വന്ന സമയത്ത് ദ്രാവിഡിന്റെ സ്വതസിദ്ധമായിട്ടുള്ള തീരുമാനങ്ങളായിട്ടാണ് എനിക്ക് കാണപ്പെടുന്നത്. കാരണം ആ ഒരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നതോടു കൂടി എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം മനോരമ പോലത്തെ ഒരു മാധ്യമങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ഫേക്ക് ന്യൂസുകളൊന്നും അടിച്ചുവിടുന്ന അതൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കാരണം രാഹുൽ ദ്രാവിഡിന്റെ തീരുമാനങ്ങളോട് മാത്രമാണ്, ആ ഒരു രീതിയിൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സംഭവം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? രാഹുൽ ദ്രാവിഡിന്റെ തീരുമാന പ്രകാരമാണോ ടീം ഇങ്ങനെ പോകുന്നത്? സഞ്ജു സാംസന് ഒരു തീരുമാനത്തിന് വെറും പുല്ലുവിലയല്ലേ ടീം മാനേജ്മെന്റ് കൊടുക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു റിപ്പോർട്ടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും.